പരീക്ഷയ്ക്ക് അറിഞ്ഞിരിക്കേണ്ട വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യം നോക്കാം. നമുക്ക് ഇവിടെ രണ്ട് മെറ്റീരിയൽസ് തന്നിട്ടുണ്ട്. സോഫ്റ്റ് അയൺ പച്ചിരുമ്പും അതുപോലെ തന്നെ സ്റ്റീല് ഉരുക്കും തന്നിട്ടുണ്ട്. താഴെ 4 പോയിന്റ്സ് ഉണ്ട്. ശരിയായത് അവരുടെ കോളത്തിൽ എഴുതി ചേർക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ സോഫ്റ്റ് അയൺ പീസിനെ നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു മാഗ്നറ്റിന്റെ അടുത്ത് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, പെട്ടെന്ന് അത് മാഗ്നറ്റ് ആയിട്ട് മാറും. നല്ല ശക്തിയുള്ള മാഗ്നറ്റ് പെട്ടെന്നായിട്ട് മാറാൻ പറ്റും. ആർക്ക്? സോഫ്റ്റ് അയൺ. അങ്ങനെ മാറാൻ പറ്റുന്ന ഒരു കഴിവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സസെപ്റ്റിബിലിറ്റി, വശഖത എന്ന് പറയുന്നത്. അപ്പൊ അത് കൂടുതലാണ് ആർക്ക്? പച്ചിരുമ്പിന്. അതുപോലെ തന്നെ നമ്മുടെ സ്റ്റീലിനെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും മാഗ്നറ്റ് ആവില്ല. പക്ഷെ അത് സാവധാനമായിട്ട് എന്ത് ചെയ്യും, ആ കിട്ടിയ ശക്തി ഉണ്ടല്ലോ, ആ മാഗ്നറ്റിക് എബിലിറ്റി കുറേ നേരം അതിന് ചെയ്യാൻ പറ്റും, നിലനിർത്താൻ പറ്റും. അതായത് കിട്ടിയ എബിലിറ്റിനെ റീറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന കഴിവാണ് ആർക്ക് കൂടുതലുള്ളത്? സ്റ്റീലിന് കൂടുതലുള്ളത്. ആ ഒരു എബിലിറ്റിനെ, ആ ഒരു കഴിവിനെ നമ്മൾ പറയുന്ന പേരാണ് റിറ്റന്റിവിറ്റി എന്ന് പറയും. അപ്പൊ അത് കൂടുതൽ ആർക്കാണ്? സ്റ്റീലിനാണ്. വശഖത, സസെപ്റ്റിബിലിറ്റി കൂടുതൽ ആർക്കാണ്? സോഫ്റ്റ് അയൺ ആണ്. ഓക്കെ, അപ്പൊ ഇതാണ്. ഇത് എന്ത് ചെയ്യാ, മാച്ച് ചെയ്ത് നമ്മൾ എഴുതി കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ പഠിച്ച കാര്യങ്ങൾ ഒന്ന് റിവൈസ് ചെയ്യാൻ നമുക്ക് ഇതിന്റെ ആൻസർ എന്ത് ചെയ്യാം, താഴെ കമന്റ് ചെയ്യൂ കേട്ടോ.